ഗുരുദേവനെ നേരിട്ട് പതിറ്റാണ്ടുകളോളം കണ്ട് ശുശ്രൂഷിച്ച ഭാർഗവ വൈദ്യനോട് ഞാൻ ചോദിച്ചു, ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭാർഗവ വൈദ്യനെയൊക്കെ പിന്നെ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തോടും ചോദിച്ചു, ഗുരുദേവൻ എപ്പോഴെങ്കിലും കോപിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, സദാ പ്രസന്നതയാണ്. CR കേശവൻ വൈദ്യനും പറഞ്ഞു സദാ പ്രസന്നതയാണ്. വിശ്വമഹാകവിയുടെ ഭാര്യ ഭാനുമതിയും അമ്മയും പറഞ്ഞു എപ്പോഴും പ്രസന്നതയാണ്, ചിരിച്ച മുഖമാണ്. ഏത് വൈകാരിക വിക്ഷോഭത്തിൻ്റെ സമയത്തും ചിരിച്ച് പ്രസന്നമായ ചിരിയോടുള്ള മുഖമാണ്. അപ്പോഴമ്മയോട് ഞാൻ ചോദിച്ചു, ഗുരുദേവൻ ഒരുപാട് നർമ്മങ്ങൾ ഫലിതങ്ങൾ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, അമ്മയോടോ ആശാനോടോ അങ്ങനെ വല്ല ഫലിതങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ആശാനോട് ഒരു ഫലിതവും പറഞ്ഞിട്ടില്ല. ആശാൻ പൊതുവെ ഗൗരവക്കാരനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആശാൻ വല്ല ഫലിതങ്ങളും പറയുമായിരുന്നോ? ഇല്ല, ആശാൻ ഫലിതം ആസ്വദിക്കും, ചിരിക്കും, പുഞ്ചിരിക്കും, പൊട്ടിച്ചിരിക്കത്തില്ല. ആശാൻ ഗൗരവ സ്വഭാവിയായിരുന്നു. അമ്മയോട് ഗുരുദേവൻ ഒരിക്കൽ മാത്രം ഒരു ഫലിതം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ മാത്രം. അതിങ്ങനെയായിരുന്നു, വെയിൽസ് സാഹിബിൻ്റെ ഇന്ന് പട്ടും വളയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അന്ന് കൈതമുക്കിലാണ് ആശാനും ഭാനുമതി അമ്മയും താമസം. ശ്രീകണ്ഠേശ്വരത്തിനടുത്തുള്ള കൈതമുക്കിൽ ഒരു ചെറിയ വീട്, ഒറ്റമുറി അടുക്കള. അതിന് ആശാൻ വിളിച്ചിരുന്ന വീട് കിളിക്കൂടെന്നാണ്. ഈ കിളിക്കൂടിലാണ് താമസിച്ചിരുന്നത്. അവിടുന്ന് ഈ പട്ടും വളയും ആദ്യം ഗുരുദേവന് കൊണ്ട് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ച് അപ്പോൾ ഈ പട്ട് കൊണ്ടുവന്ന് ഗുരുദേവൻ്റെ മുമ്പിൽ എത്തിക്കുന്ന സമയത്ത് ഒരു പട്ടൂടെ അധികം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ വേലിസ് രാജകുമാരൻ എനിക്ക് തന്ന പട്ട് ഗുരുദേവൻ സ്വീകരിച്ചില്ലെങ്കിൽ വേറൊരു പട്ട് ഗുരുദേവന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി. അങ്ങനെ അത് രണ്ടും കൂടെ എടുത്ത് അവിടെ പോയിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാതിരിക്കാനും ശിവഗിരിയിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കെട്ടി ഭാനുമതി അമ്മയും ആശാനും കൂടെ വള്ളക്കടവിൽ വന്ന് വള്ളത്തിൽ കയറി വർക്കലയ്ക്ക് പോയി. വർക്കല തുരപ്പിൻ്റെ അവിടെ ശിവഗിരിയുടെ അവിടെ കടവിലിറങ്ങി. ഇറങ്ങിയോണ്ട് ആശാന് സംഘടനാപരമായ എന്തോ അത്യാവശ്യമുണ്ടായിരുന്നു. ഭാനു, നീ ഈ സാധനങ്ങൾ കൊണ്ട് നേരെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഈ പട്ട അവിടെ സമർപ്പിക്കാൻ പറഞ്ഞു. പട്ടെന്ന് പറയാൻ നല്ല പുതയ്ക്കാൻ കൊള്ളാവുന്നൊരു പട്ടാണ് ആശാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൊണ്ട് ഭാനുമതി അമ്മ ചെല്ലുമ്പോൾ ഗുരുദേവൻ ശാരദാ മഠത്തിലുണ്ട്. ആശാൻ ബാക്കി ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ പോയിരിക്കുകയാണ്. അമ്മ ചെല്ലുമ്പോൾ ശാരദാ മഠത്തിൽ ഗുരുദേവനുണ്ട്. അപ്പം അമ്മ എന്ന് മുഖം കാണിച്ചപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. വല്ലതും കഴിച്ചോ? ഗുരുദേവൻ ചോദിച്ചു. ഞങ്ങൾ അവിടെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അതിനുള്ള സംഗതികളൊക്കെ ഞങ്ങളുടെ ചാക്കിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരാളുടെ പേര് പറഞ്ഞു, കരുണാകരനോ അങ്ങനെ ഒരു ചായക്കടയുണ്ട്, അയാളുടെ ചായക്കടയിൽ കയറി ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഗുരുദേവൻ ചോദിച്ചു, ഈ പോന്നിടത്തെല്ലാം ചാക്കുകെട്ടും കൊണ്ട് നടക്കാമെന്ന് ചോദിച്ചു. ആഹാരം ഞാൻ തരേണ്ടുന്ന കർത്തവ്യമുള്ള ആളല്ലേ, നിങ്ങൾ ഇവിടെ വന്ന് അന്നത്താൻ വെച്ച് കഴിച്ചോ? പോന്നിടത്തെല്ലാം ഇങ്ങനെ ചാക്കും കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു. ഭാനുമതി അമ്മ ചിരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഒച്ചിൻ്റെ സ്വഭാവം ഉണ്ടല്ലേ. അങ്ങനെ ഒരു നേരം പോക്കേ ഗുരുദേവൻ ഭാനുമതി അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. ഒച്ചിൻ്റെ സ്വഭാവം എന്താ? കൂട് പുറത്ത് വെച്ചുകൊണ്ട് നടക്കത്തില്ലേ, കൂട് ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ കൂടും കൊണ്ട് നടക്കാമെന്നൊന്ന് ഗുരുദേവൻ ചോദിച്ചു. ആശാന് കിട്ടിയ വേലിസ് രാജകുമാരൻ കൊടുത്ത പട്ടും ആശാൻ ഗുരുദേവന് വാങ്ങിച്ച പട്ടും രണ്ടും അവിടെ മുന്നിൽ വെച്ചു, പാത കാണിക്കായിട്ട് വെച്ചു. ഗുരുദേവൻ പറഞ്ഞു, ഇത് ആശാന് കിട്ടിയതല്ലേ, സൂക്ഷിച്ചു വെച്ചോ. നേരം ഭാനുമതി അമ്മ പറഞ്ഞു, ഇത് ഇവിടത്തേക്കൊരു പുതപ്പാണ്. അന്നേരം ഗുരുദേവൻ പറഞ്ഞു, എനിക്കിവിടെ ആവശ്യമുള്ള കമ്പിളികളും പുതപ്പും എല്ലാം ഉണ്ട്, ഇവിടെ ശിവഗിരിയിലേക്ക് ഇത് വെക്കണ്ട, നിങ്ങളങ്ങ് കൊണ്ടുപോയിക്കോ, ഞാൻ വീട്ടിൽ വരുമ്പോൾ അത് പുതച്ചോളാം. ഭാനുമതി അമ്മ അത് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു. ഗുരുദേവൻ അത് പുതച്ചിരുന്നു. അവസാന കാലഘട്ടത്തിൽ ചെങ്ങമനാട് വെച്ച് ഈ കഥ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുദേവൻ പുതച്ച പുതവ് ഇപ്പോഴും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മ തന്നെ കാണിച്ചു. ഞാനത് തൊട്ട് വന്ദിച്ചെന്ന് മാത്രമല്ല, ഒരു ആവേശം മൂത്തപ്പോൾ ഞാനെടുത്തൊന്ന് പുതയ്ക്കുകയും ചെയ്തു. ഗുരുതക്കേടാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഗുരുദേവൻ പുതച്ചതല്ലേ അത്. അതാണ്. അങ്ങനെ ഒരിക്കൽ മാത്രമേ അവരോട് തമാശ നേരം പോക്ക് പറഞ്ഞിട്ടുള്ളൂ. അന്നേരം ബാലാപണിക്കർ സാറ് പറയുന്നു, ഇപ്രകാരം ഏത് വൈകാരിക രംഗങ്ങളിലും മുഖപ്രസന്നതയാണ്. ഭാനുമതി അമ്മയും പറഞ്ഞു, ഏതു സമയവും പ്രസന്നമായ ചിരിച്ച മുഖമാണ്. എന്ത് വിഷയം വന്നാൽ, അരുവിപ്പുറം പ്രതിഷ്ഠ വരുന്ന സമയത്തും സംഘർഷങ്ങൾ മുറ്റിയ സമയത്തും ഒക്കെ ഗുരുദേവന് പ്രസന്ന വദനമാണ്. ഏതു സമയം പ്രസന്നമായ മുഖമാണ്. അതുകൊണ്ട് ആ സംഭാഷണം കേട്ടിരിക്കാൻ ആരും താല്പര്യപ്പെട്ടു പോകും. അത് പറഞ്ഞപ്പോൾ ബാലാപണിക്കർ സാർ തന്നെ ഇത് പറയുന്നതിന് തൊട്ട് തലേ മാസം
എനിക്ക് പഠിപ്പിച്ചു തന്ന ഗണപതി സ്തുതിയുടെ വരികൾ ഞാൻ ഓർത്തുപോയി. നമുക്കെല്ലാം അറിയാതെ, ശുക്ലാംബരധരം ശശിവർണം ചതുർഭുജം. അടുത്ത വാക്കാ എനിക്ക് കേൾക്കേണ്ടത്. എങ്ങനെ? ഒന്നുകൂടെ ഉറക്കെ പറ. പ്രസന്നവദനം ധ്യായേത് സർവവിഘ്ന ഉപശാന്തയേ. വിഘ്നങ്ങൾക്കെല്ലാം ഉപശാന്തി വേണമെങ്കിൽ എന്ത് വേണം? പ്രസന്നവദനം വേണം. അതാണ് എൻ്റെ ഗുരു പറഞ്ഞത്. മഹാഗുരു സ്വാമി തൃപ്പാദങ്ങൾ ഏതു സമയവും പ്രസന്നവദനമാണ്. മോന്തെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് ഒരാൾ വർത്താനം പറഞ്ഞാൽ കേട്ടിരിക്കാൻ തോന്നുമോ? ഇല്ല. എന്തുകൊണ്ട് ഗുരുദേവന്റെ സംഭാഷണങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തരികയാണ്. അതിൽ പറഞ്ഞ ക്വാളിറ്റിയാണ് ഏതു സമയവും പ്രസന്നവദനമാണ്. ഒരു നിർമ്മമന്റെ നിശ്ചലതയില്ല. ഒരു ദാർശനികന്റെ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ദുർഗ്രഹതയില്ല. എന്നിട്ടോ ലളിതമായ പദങ്ങൾ കൊണ്ടാണ് ജനങ്ങളോട് ഗുരുദേവൻ ആശയ സംവാദം നടത്തുന്നത്. പിന്നെ ദാർശനികന്മാരും സംസ്കൃത പണ്ഡിതന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ ചെന്ന് കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ വിഷയം രൂപം അങ്ങ് മാറും. പിന്നെ കഠിനമായ സംസ്കൃതമേ പറയൂ. സാധാരണ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ലളിതമായ ഭാവം മാത്രമല്ല, പ്രസന്നവദനം. ഇത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തൂടെ? എല്ലാ വിഘ്നങ്ങൾക്കും ഉപശാന്തി വരാൻ, അതാണ് പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്ന ഉപശാന്തയേൻ. വിഘ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ പ്രസന്നവദനം വേണം, ചിരിക്കുന്ന മുഖം വേണം. ആ പ്രസന്നവദനമില്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത്. വിഘ്നേശ്വരൻ എപ്പോഴും പ്രസന്നവദനമാണ്. അതാണ് അനിൽ പി ശ്രീരംഗത്തിനെ പോലെ എപ്പോഴും ചിരിയല്ലേ? അല്ലേ? ചിരിയോടെ ചിരിയാണ്. ആ ചിരി കണ്ടാൽ ആരാ മയങ്ങിപ്പോകാതെ? നമ്മുടെ ചെയർമാൻ്റെ വീട്ടിൽ ഞാൻ അഞ്ചേകാലായപ്പോൾ വന്നതാണ്. രാജേന്ദ്രപ്രസാദാണ് എൻ്റെ മാർഗദർശി. ഇപ്പം വഴി കാത്തു നിന്ന് കൊണ്ടുവന്ന് ഓരോരുത്തരത്താക്കി തരിക. അവിടെ കൊണ്ടുവന്നാക്കി അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ പറയാ, അനിൽ പി ശ്രീരംഗം വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു നിർബന്ധം, ഇതിൻ്റെ ചെയർമാനാകണമെന്ന്. ഞാൻ പിന്നെ അങ്ങനെ ആകാതിരിക്കും. അന്നേരം ഞാൻ വിചാരിച്ചു, ഈ അനിൽ പി ശ്രീരംഗത്തിൻ്റെ ചിരിയാണ് ഈ കുഴപ്പമെല്ലാം ചെയ്യുന്നത് അല്ലേ? സദാ പ്രസന്നവദനമാണ്. പ്രസന്നവദനം ധ്യായേത്. അന്ന് വന്നു കഴിഞ്ഞാൽ സർവവിഘ്ന ഉപശാന്തേത്. അതാണ് സ്വാമി തൃപ്പാദങ്ങൾക്ക് ഏത് സമയവും പ്രസന്നവദനമായിരുന്നു. മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയതും ഈ പ്രസന്നവദനമാണ്. അതാണ് ഒരു ചിരി മതി എല്ലാം പരിഹരിക്കാൻ, ഒരു പൊരി മതി എല്ലാം ചൂട്ടുകളയാൻ. ഒരു ചിരി കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.